മണ്ണാർക്കാട് മണ്ഡലത്തിലെ 15 വർഷ നിയമസഭാ സാമാജികൻ. മണ്ണാർക്കാട് പട്ടണം, മലയോര മേഖലയായ തിരുവിഴാംകുന്ന്, പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെട്ട അട്ടപ്പാടിയിലെ 3 പഞ്ചായത്ത്, ഇവരുടെ എല്ലാം ജീവനും ജീവിതത്തിലും പങ്കാളിയായ മണ്ണാർക്കാടിന്റെ സ്വന്തം MLA അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീനൊപ്പമാണ് മലബാർ ന്യൂസ് ഇന്നുള്ളത്. നമസ്കാരം MLA. നമസ്കാരം. 15 വർഷത്തെ നിയമസഭാ സാമാജികനാണ്. ഇത്രയും ദൈർഘ്യമേറിയ ഒരു മണ്ഡലം മണ്ണാർക്കാടാണ്. ഇവിടുത്തെ ഓരോ മുക്കിലും മൂലയിലും കഴിഞ്ഞ 15 വർഷമായി ജനങ്ങളോടൊപ്പം അങ്ങുണ്ട്. അങ്ങക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയ അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു യുവജന പ്രവർത്തകനാകുമ്പോഴാണ്, അതിനു മുമ്പ് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഒരു യുവജന പ്രവർത്തകനായി ഞങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുമ്പോഴാണ് അന്ന് ഞങ്ങളുടെ കയ്യിലില്ലാത്ത LDF മെമ്പർ പ്രതിനിധാനം ചെയ്യുന്ന ഈ മണ്ഡലത്തിലേക്ക് എന്നെ നിയോഗിക്കുന്നത്. 2011 വന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇവിടുത്തെ ജനങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി എന്നെ വിജയിപ്പിച്ചു. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ കിട്ടിയ ഒരു അംഗീകാരമാണ്. തീർച്ചയായും അത് വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ മേഖലയിൽ പരിഹരിക്കപ്പെടേണ്ട വികസന പ്രവർത്തനങ്ങളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും ഒക്കെ സംബന്ധിച്ച് കൃത്യമായ ഒരു പരിശോധന നടത്തുകയും അത് പ്രകാരം വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന തീരുമാനിച്ച് അന്ന് തൊട്ട് ഞാൻ പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചു. പുതിയ വികസന സംരംഭങ്ങൾ വന്നു. എല്ലാ മേഖലയിലും വ്യത്യസ്തമായ വകുപ്പുകൾക്ക് കീഴിൽ ഒരുപാട് വികസന പദ്ധതികൾ വന്നു. പിന്നെ അതോടൊപ്പം ജനങ്ങളുടെ പ്രയാസങ്ങൾ അറിഞ്ഞ് അവരോടൊപ്പം നിന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം അന്ന് തൊട്ട് ഇന്ന് വരെയും നമ്മൾ നടത്തി വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഓഫീസിലാണ്, കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരുപാട് ആളുകൾ വന്നു പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് എല്ലാ ദിവസവും മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ആളുകൾക്ക് നമ്മളെ കാണാനും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും. അത് അന്ന് തുടങ്ങിയതാണ്, 15 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്. ചിലപ്പോൾ അത് 2, 3, 4 മണിക്കൂറൊക്കെ നീണ്ടെന്ന് വരും. പിന്നെ ചില ദിവസങ്ങളിൽ നിറയെ പ്രോഗ്രാമാവും. അപ്പോൾ നമ്മൾ അതിന് അപ്പോഴും കുറച്ച് സമയം കണ്ടെത്തും. അങ്ങനെയാണ് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. പിന്നെ നിയമസഭാ പ്രവർത്തനത്തിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന വിഷയങ്ങളിൽ ഇപ്പം നിയമനിർമ്മാണം അതിൻ്റെ ഒരു ഘട്ടമാണ്. ആ നിയമനിർമ്മാണത്തിൽ നമ്മൾ പങ്കെടുക്കുകയും ജനങ്ങൾക്ക് അനുകൂലമാകുന്ന വിധം, ആ നിയമനിർമ്മാണം കൊണ്ടൊരു പ്രയാസം ജനങ്ങൾക്കില്ലാത്ത വിധം നിയമനിർമ്മാണങ്ങൾ നടക്കണം. ഓരോ നിയമസഭയിലും ഓരോ കൊല്ലവും ഒരുപാട് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കി കൊണ്ടുവരുന്ന ബില്ല് അപ്പടി പാസ്സാക്കിയല്ല വേണ്ടത്. അതിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ സമൂഹത്തിനും ഈ സ്റ്റേറ്റിനും ഗുണപരമാകുന്ന രീതിയിൽ ആ ബില്ലുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് പല വിധത്തിലുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സ്വകാര്യ ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ബില്ലുകളിൽ ഒരുപാട് ഭേദഗതികൾ കൊടുത്ത് അത് അംഗീകരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിയമനിർമ്മാണ മേഖലയിൽ, അതുപോലെ തന്നെ നിയമസഭയിലെ മറ്റ് നടപടിക്രമങ്ങളിലെല്ലാം ഇടപെട്ട് പല വിധത്തിൽ ജനകീയ പ്രശ്നങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരാൻ പറ്റും. അടിയന്തര പ്രമേയമായും സബ്മിഷനായും കോളിംഗ് അറ്റൻഷനായും പൊതു ചർച്ചയായും ഒക്കെ. അത് എൻ്റെ ഈ ഒരു 15 കൊല്ലത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മണിക്കൂറുകൾ ഇത്തരം സംഗതികൾ അതിനു വേണ്ടി നിയമസഭയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു ദിവസം തന്നെ മണിക്കൂറുകൾ ഉപയോഗിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. ഇത്രയും കാലം എടുത്ത് പരിശോധിച്ചാൽ അതവിടെ കൃത്യമായിട്ട് അതിൻ്റെ റെക്കോർഡുണ്ടാവും. ഓരോ മെമ്പർ ഓരോ ദിവസവും ഉപയോഗിച്ച സമയം വരെ കൃത്യമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നിയമസഭയെ ഉപയോഗപ്പെടുത്തി നിയമസഭയിൽ ഒരു നല്ല സാമാജികനാകാനുള്ള പരിശ്രമം നടത്തി മണ്ഡലത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും പ്രശ്നങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ 15 കൊല്ലം പ്രവർത്തിച്ചത്. അതിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ മണ്ഡലത്തിനുണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് ടൗണ് പഴയ കാലത്ത് നമ്മളിവിടെ വരുമ്പോൾ ഇതൊരു ഗതാഗതക്കുരുക്കിൻ്റെ നാടാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗതാഗതക്കുരുക്കായിരുന്നു. ഒരു ഭാഗത്തേക്ക് കുറേ വണ്ടി പോയി കഴിഞ്ഞ് പിന്നെ കുന്തിപ്പുഴ പാലത്തിൽ കൂടി അടുത്ത ട്രിപ്പ് വണ്ടി പോകുള്ളൂ. അതുവഴി രാവിലെ തന്നെ രൂപപ്പെടുന്ന ബ്ലോക്ക് വൈകുന്നേരം വരെ തുടരുകയാണ്. 2-3 മണിക്കൂർ ബ്ലോക്കായിരുന്നു. മാറ്റണ്ടായില്ലേ?
കുന്തിപ്പുഴയിൽ പുതിയ പാലം വന്നു, നഗരം വൈഡനിങ് നടത്തി, അതുവഴി ഗതാഗത കുരുക്കില്ലാതെയായി. നിലവിലുണ്ടായിരുന്ന ഒരു ചെറിയ റോഡ് അത് മിനി ബൈപ്പാസ് എന്ന് പുനർനാമകരണം ചെയ്ത് അന്ന് തന്നെ 5 കോടിക്ക് അത് നന്നാക്കി. കുറേ വാഹനങ്ങൾ അട്ടപ്പാടി ഭാഗത്തേക്ക് അതുവഴി പോകുന്ന സ്ഥിതി ഉണ്ടായി. പിന്നെ അങ്ങനെയല്ല, NH-ൻ്റെ പിന്നെ അന്നത്തെ പ്രവർത്തനങ്ങൾ സ്പീഡാക്കാൻ വേണ്ടി പ്രപ്പോസൽ ഉണ്ടായിരുന്ന കാര്യം ഡൽഹിയിൽ പോയി അന്നത്തെ NH-ൻ്റെ മന്ത്രിയെ വരെ കണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു, നിവേദനങ്ങൾ കൊടുത്തു. സത്യത്തിൽ നൊട്ടമല വളവിൻ്റെ നിവർത്തലും അവിടുത്തെ ഇൻ്റർലോക്കിംഗ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അട്ടപ്പാടി കോളേജ് ഇല്ലാത്ത സ്ഥലമായിരുന്നു. അവിടെ ഒരു സർക്കാർ കോളേജ് 10 മാസം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി. തിരുവിഴാങ്കുന്നിൽ ഒരു ഏവിയൻ സയൻസ് കോളേജ്, അവിടുത്തെ കാലി ഫാം, വെറുതെ കിടക്കുന്ന കാലി ഫാമിൽ ഒരു കോളേജ് വന്നു. ഇന്നവിടെ എല്ലാ വർഷവും 100 കണക്കിന് കുട്ടികൾ ഡിഗ്രിയുമായിട്ട് പുറത്തു പോവുകയാണ്. നല്ല വിലയുള്ള ഡിഗ്രി. നാമക്കൽ പോലുള്ള ഈ പൗൾട്രി ഫാമുകളിലേക്ക് നേരിട്ട് റിക്രൂട്ട്മെൻ്റാണ് തിരുവിഴാങ്കുന്നത്. പിന്നെ അതിൻ്റെ പിന്നെ എൻട്രൻസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ സ്റ്റേറ്റാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികളുണ്ട്, എന്നാൽ എല്ലാ ഭാഗത്തുള്ള കുട്ടികളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം വന്നു. ഇനി അതിന് ഒരുപാട് ഡെവലപ്മെൻറ്റിന് സാധ്യതയുണ്ട്. പുതിയ പുതിയ കോഴ്സുകൾ വരും, ആ കോളേജ് വലുതാവും. അതുപോലെ പിന്നെ എല്ലാ മേഖലകളും, റോഡ്, എല്ലാ പ്രധാന റോഡുകളും നമുക്ക് നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചു. റബ്ബറൈസ് ചെയ്യാത്ത റോഡില്ല മണ്ണാർക്കാട്. അതിൽ 2 കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളത് അട്ടപ്പാടി റോഡും മേലാറ്റൂർ റോഡും. അത് മേലാറ്റൂർ റോഡിൽ പ്രശ്നം ഉണ്ടായിട്ട് പൊളിച്ചതല്ല, ഒരു പുതിയ സ്കീം ആധുനിക രീതിയിൽ നവീകരിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നു. അത് മലയോര ഹൈവേ ആയി രൂപാന്തരപ്പെട്ടു. ഇപ്പം നല്ല രീതിയിൽ ആ വർക്ക് നടക്കുന്നുണ്ട്. ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ചില തടസ്സങ്ങൾ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുമല്ലോ. ആ പ്രവൃത്തിക്കുള്ള ഡ്യൂറേഷൻ ഉണ്ടാവും. 2 കൊല്ലം ആണ് ഈ റോഡിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ അതിനുള്ളിൽ അത് പൂർത്തിയാക്കും. അട്ടപ്പാടി റോട്ടിൽ കിഫ്ബിയുടെ ഒരുപാട് സങ്കീർണമായ നടപടിക്രമങ്ങൾ കൊണ്ട് കുറേ വൈകി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും തീരുമാനമായി, എല്ലാത്തിനും എഗ്രിമെൻ്റായി. അതിനും ഒരു എഗ്രിമെൻ്റ് എടുത്ത കരാറുകാരെ ഉഴപ്പിയതിൻ്റെ ഫലമായിട്ട് ഒരു 1,300 1 കിലോമീറ്ററും 300 മീറ്ററും ആനമൂളി ഭാഗത്ത് പണി തീരാതെ കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പണി നടക്കുന്നുണ്ട്, വളരെ സ്ലോ ആണ്. ആ കാര്യം കൂടി പൂർത്തിയായാൽ 1ാം ഫേസ് കഴിഞ്ഞു അട്ടപ്പാടി റോട്ടിൽ. 2ഉം 3ഉം ഫേസ് ഇപ്പോൾ പാച്ച് വർക്ക് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയ വർക്ക് നടക്കും. അപ്പോൾ അത് 2ഉം കൂടി പൂർത്തിയായാൽ പിന്നെ നമുക്കിവിടെ റോഡുകളില്ല. നിരവധി പുതിയ പാലങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ ഈ മണ്ഡലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, വികസനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു. പുതിയ സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ ഹൈസ്കൂളായിരുന്ന സ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകളായി, UP സ്കൂളുകൾ ഹൈസ്കൂളുകളായി, സ്കൂളുകൾക്ക് കെട്ടിടമായി. അതാത് കാലത്ത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിലേ കൊണ്ടുവരാൻ പറ്റൂ. എല്ലാ സ്കൂളുകളും വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഇവിടെ നവീകരിക്കപ്പെട്ടു. നവീകരിക്കാത്ത സ്കൂളില്ല. അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ നവീകരിക്കപ്പെട്ട മണ്ഡലം നമ്മളാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ G. സുധാകരൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ റോഡ് ഫണ്ട് കൊണ്ടുപോയത് മണ്ണാർക്കാട് മണ്ഡലമാണ്. അതൊക്കെ നമ്മൾ ഓരോ പ്രപ്പോസലുകൾ വെച്ച്, അല്ലാതെ വെറുതെ അത് കിട്ടൂല. അങ്ങനെയുള്ള സമഗ്രമായ വികസനം നടത്തി. അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. അട്ടപ്പാടിയിൽ അന്ന് ഈ ശിശുമരണവും മറ്റുമൊക്കെ ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയമാണ് 100 കിലോമീറ്റർ PMGSY റോഡ് അന്ന് ജയറാം രമേശ് വന്ന് അട്ടപ്പാടിക്കായിട്ട് തന്നു. അതാണ് അട്ടപ്പാടിയിൽ ഈ മാറ്റം ഉണ്ടായത്. ഏത് മുക്കുമൂലയിലേക്കും നല്ല സൂപ്പർ റോഡിൽ പോകുന്നു. അങ്ങനെ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതൊരു നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറെക്കുറെ ഭംഗിയായി നിർവഹിക്കാൻ ഈ 10 കൊല്ലം ശ്രമിച്ചു. പിന്നെ സന്തോഷമുണ്ടായ കാര്യം എന്താണെന്ന് പറയില്ല, ഇതേപോലെ ഇവിടെ വരുന്ന ആളുകൾ അവർ പറയുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു കൊടുക്കുമ്പോൾ അവരതിൻ്റെ ഒരു സന്തോഷം പറയും. അത് കിട്ടി, അത് നടന്നു, ഞങ്ങളുടെ ആ തടസ്സപ്പെട്ട കാര്യം അത് മാറ്റം വന്നു, ഉത്തരവ് വന്നു എന്നൊക്കെ ഓരോരുത്തർ പറയുന്നു. അതാണ് സന്തോഷം. കുന്തിപ്പുഴ പാലം പോലുള്ള, അട്ടപ്പാടി കോളേജ് പോലുള്ള, അതുപോലെ നിരവധി സാധാരണ മറ്റു റോഡുകളും പാലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പൂർത്തിയാകുമ്പോൾ ആ നാട്ടുകാർ പറയുന്ന സന്തോഷം അതാണ്. കുന്തിപ്പുഴ പാലത്തിൻ്റെ അന്നൊക്കെ നമ്മളോട് വളരെ പഴമക്കാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഈ കാലത്ത് നടക്കുമെന്ന് ഞങ്ങൾ കരുതിയതല്ല, പക്ഷെ നടന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ അതിലൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മാത്രമല്ല എല്ലാ ജനപ്രതിനിധിക്കും അത് തന്നെയാണ് സന്തോഷം. നമ്മളെ കൊണ്ടൊരു മാറ്റം വരുത്തി, നമ്മളെ കൊണ്ടൊരു വികസനം കൊണ്ടുവന്നു, അതിലുണ്ടാകുന്ന ചാരിതാർത്ഥ്യമാണ് ഏറ്റവും പ്രധാനം. എപ്പോഴെങ്കിലും ദുഃഖം തോന്നിയ, അല്ലെങ്കിൽ അത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു സന്ദർഭങ്ങൾ ഈ 15 വർഷത്തിനിടയ്ക്ക് അങ്ങ് ഫേസ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞാൽ പലപ്പോഴും ചില വിമർശനങ്ങൾ നമ്മളെ വല്ലാതെ മനംമടിപ്പിക്കും.
നമ്മൾ എത്ര ശ്രമിച്ചാലും അതിൽ അടച്ചാക്ഷേപിക്കുന്ന വിമർശനങ്ങൾ പലപ്പോഴും വരും. ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനം ഉണ്ടാവും, ഇല്ലാതിരിക്കാൻ ഇല്ല, ആരും എതിർക്കാതെ നമ്മൾക്ക് പോകാൻ കഴിയില്ല. പക്ഷെ ചിലത് വളരെ പച്ചക്കള്ളം നോക്കിയിട്ട് ഇങ്ങനെ പറയും. അപ്പോഴൊക്കെ വലിയ മാനസിക പ്രയാസം ഉണ്ടാകും. നമ്മളായിട്ട് പിന്നെ ആരെയും അങ്ങനെ ഈ അധികാര പരിധികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയമാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിരോധമൊന്നും ആരോടും ചെയ്യേണ്ടി വന്നിട്ടില്ല, ചെയ്യാൻ നിന്നിട്ടുമില്ല. അതാണ് അതിൻ്റെ ആ നിലക്കുള്ളൊരു ഇതിന് അവസരമില്ലല്ലോ. എന്നാൽ ഒരുപാട് ആളുകൾക്ക് നമ്മൾ പല വിധത്തിലുള്ള അത്തരത്തിലുള്ള ഇടപെടലുകളും സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ വിമർശനങ്ങൾ അങ്ങ് നേരിട്ടിട്ടുണ്ട്. പലപ്പോഴും എതിർ പാർട്ടികൾ അങ്ങേ ചില പേരുകളിൽ വിളിച്ച് പ്രസംഗങ്ങളിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എന്തായിരുന്നു അങ്ങയുടെ ഒരു മാനസികാവസ്ഥ? അതിനെയൊക്കെ എങ്ങനെ നേരിട്ടു? അല്ല, ചില ആക്ഷേപങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മാനസികമായിട്ട് പ്രയാസം ഉണ്ടാവും. പിന്നെ ഈ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ ഇപ്പോൾ കുറേ കൂടി ഒരു വലിയ അരാജകത്വമാണ് ഈ രംഗത്ത് നടക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ ഏതെങ്കിലും ഒരു വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു പിന്നെ വാർത്തയോ പോസ്റ്റോ ഒക്കെ വരുമ്പോൾ ചില ആളുകളൊക്കെ എന്തൊരു മര്യാദകേടാണ് കാണിക്കുക. അത് എന്നോട് മാത്രമല്ല, എന്ത് തരത്തിലുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും ഇപ്പോൾ അവരുടെ മേന്മ കൊണ്ടല്ലല്ലോ, ആർക്കും ലൈസൻസ് ഇല്ല എന്ന് വിളിച്ച് പറയാലോ. അപ്പോൾ ഇന്ന് സത്യത്തിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ അത് വളരെ ഗുണപ്രദമാണ്. പക്ഷെ പലരും അതിനെ വളരെ വൾഗറായി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. വളരെ വൾഗറായിട്ട് അത് ദുരുപയോഗം ചെയ്യുന്നു. വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, ഇനി പാർട്ടി അങ്ങേക്ക് വീണ്ടും ഒരു സ്ഥാനം തരുന്നു, മത്സരിക്കുന്നു, വീണ്ടും മണ്ണാർക്കാടിൻ്റെ MLA ആണെങ്കിൽ എന്തായിരിക്കും പ്രധാനമായിട്ട് മണ്ണാർക്കാടിന് ഇനി വേണ്ടുന്നത് എന്ന് അങ്ങ് മനസ്സിലാക്കിയ, ഈ 15 വർഷം കൊണ്ട് അങ്ങ് മണ്ണാർക്കാടിന് ഇനി വേണമെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഈ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു, ചെയ്ത് നമ്മളൊരു സ്റ്റേബിളിലെത്തുമ്പോൾ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ആദ്യം അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് പിന്നെ ഞാൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, ഒരു സാങ്കേതിക വിദ്യാലയം അല്ലെങ്കിൽ ഒരു കലാലയം, പോളിടെക്നിക്കോ എഞ്ചിനീയറിംഗ് കോളേജോ ഗവൺമെൻറ് സെക്ടറിൽ നമ്മുടെ മണ്ഡലത്തിൽ ആവശ്യമുണ്ട്. പ്രൈവറ്റ് സെക്ടറിലുണ്ട്, ഗവൺമെൻറ് സെക്ടറിൽ വേണം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് തൊഴിലിന് പുതുതലമുറക്ക് സൈബർ പാർക്ക്, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അത് പലപ്പോഴും അതിനു വേണ്ടി നമ്മൾ പോകുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നവും റെയിൽവേ സ്റ്റേഷൻ്റെ കുറവും ഒക്കെയാണ് പലപ്പോഴും നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾ. അതൊന്നും ഇന്നത്തെ കാലത്തൊരു വിഷയമല്ല. ഇപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് റോഡ് കണക്ടിവിറ്റി വന്നു അല്ലേ. ഇനി ഗ്രീൻഫീൽഡ് ഹൈവേയും കൂടി വന്ന ആ പ്രശ്നമില്ല. അപ്പോൾ സൈബർ പാർക്കുകൾ വേണം, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വേണം. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം സാധ്യതകളെ നല്ല രീതിയിൽ ഇനിയും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതിൽ ചില പദ്ധതികളുണ്ട്, അതൊക്കെ വരണം. അതുപോലെ തന്നെ നമ്മുടെ നഗരവുമായി ബന്ധപ്പെട്ട കുറേ സംഗതികൾ, നല്ലൊരു ഗ്രൗണ്ട് വേണം, പാർക്ക് വേണം. ഇതിനൊക്കെ നഗരസഭയെയും സഹായിച്ചുകൊണ്ട്, അത് അതിൻ്റെ അതോറിറ്റി നഗരസഭയാണ്. അപ്പോൾ നഗരസഭക്ക് സഹായകരമാകുന്ന രീതിയിൽ, അതുപോലെ തന്നെ നമ്മളെ പലയിടത്തും കളിക്കളങ്ങൾ സജീവമാകണം. കുട്ടികളൊക്കെ സ്പോർട്സ് താല്പര്യങ്ങളിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ആഗ്രഹങ്ങളാണ് ഉള്ളത്. ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ അതിനൊക്കെ ആയിരിക്കും മുൻതൂക്കം നൽകുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതൊക്കെ പിന്നെ പാർട്ടിയാണ് അവസരവും തീരുമാനമൊക്കെ വരേണ്ടത്. അങ്ങേക്ക് വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ അടുത്ത കാലങ്ങളിൽ അങ്ങയുടെ പാർട്ടിയിൽ നിന്ന് തന്നെ, അങ്ങ് നല്ലൊരു നിയമസഭാ സാമാജികനാണ്, പക്ഷേ പാർട്ടി അത്ര നല്ലൊരു പാർട്ടി നേതാവല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് അത്ര നല്ല രാഷ്ട്രീയ നേതാവല്ല, പക്ഷെ അങ്ങ് നല്ല സാമാജികനാണ് എന്നുള്ളൊരു അഭിപ്രായം ലീഗിൻ്റെ ചില കോണുകളിൽ പുറത്തേക്ക് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങേക്ക് അത് തോന്നിയിട്ടുണ്ടോ? അപ്പോഴുള്ള ഒരു മാനസികാവസ്ഥകൾ? അല്ല, ഞാനൊരു സമ്പൂർണ്ണമായും പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ 100% വിജയമാണെന്ന അഭിപ്രായം എനിക്ക് തന്നെ ഇല്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, മനുഷ്യരല്ലേ, പോരായ്മകൾ ഉണ്ടാവും. അപ്പോൾ ഈ വിമർശനം ഉന്നയിക്കുന്നവർ എന്ത് പോരായ്മയാണ് കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തിരുത്തും. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണനാണ്, എനിക്കിനി ആരുടെയും ഒരു ഉപദേശമോ നിർദ്ദേശമോ ഒന്നും വേണ്ട എന്ന അഭിപ്രായം എനിക്കില്ല. അങ്ങനെ ആർക്കും ഉണ്ടാകാനും പാടില്ല. അങ്ങനെ എന്നെക്കുറിച്ചൊരു വിലയിരുത്തലുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഏതായാലും അത് പരിശോധിച്ചിട്ട് എന്നിൽ അങ്ങനെ വല്ല ഘടകങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തും.
ഈ 15 വർഷം ഇപ്പോൾ പൂർത്തിയാക്കി എടുത്തു പറയുന്ന ഒരു പദ്ധതി, വലിയ പദ്ധതി ഏതാണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇപ്പം ഉദാഹരണമായി പറഞ്ഞാൽ ജോസ് ബേബിക്ക് KSRTC ഡെപ്പോ ഇവിടെ കൊണ്ടുവന്നത് മുൻ MLA ജോസ് ബേബിയാണ് എന്നുള്ള ഒരു പ്രസംഗങ്ങളും അവരുടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകമായി അവർക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പദ്ധതി അതാണ്. അത്തരത്തിൽ UDFന് പറയാവുന്ന ഒരു പ്രധാന പദ്ധതി എന്താണുള്ളത്? ഞങ്ങളുടെ കാലത്ത് അതുപോലെ നിരവധി സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ KSRTC വന്ന പീരീഡ് ഞാൻ പരിശോധിച്ചിട്ടില്ല. ഇവിടെ ഞാനല്ലാതെ ഈ പറയപ്പെട്ട എതിർചേരിയിലുള്ള MLA മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കല്ലടി മുഹമ്മദ് 9 കൊല്ലം കല്ലടി മുഹമ്മദ് സാഹിബ് MLA ആയിട്ടുണ്ട്. കളത്തിൽ അബ്ദുള്ള സാഹിബ് 5 കൊല്ലമായിട്ടുണ്ട്. അതുപോലെ തന്നെ AP ഹംസ ഒക്കെ UDF ഭാഗത്ത് വന്ന ജനപ്രതിനിധികളാണ്. 2.5 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ വന്നത് ഇൻ്റെ കാലത്തല്ലാത്ത എല്ലാം കൂടി അപ്പുറത്ത് ചാർത്തി കൊടുക്കുകയാണ്. ആ രീതിയിലാണ് ആ പ്രസംഗം. ഞാനത് കേട്ടു. KSRTC ഞാൻ വരുമ്പോൾ ഇവിടെ ഉണ്ട്, സംഭവിച്ചു. എന്നാൽ ഞങ്ങളുടെ കാലത്ത് അട്ടപ്പാടിയിലെ മിനി സിവിൽ സ്റ്റേഷൻ തറക്കല്ലിട്ടതും അത് പൂർത്തീകരിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഞങ്ങളുടെ കാലത്താണ് ഫണ്ട് വെച്ചതും തുടങ്ങിയതൊക്കെ. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കോളേജുകൾ, അട്ടപ്പാടിയിലെ കോളേജ്, കുന്തിപ്പുഴ പാലം, തോരാപുരം പാലം, 1000 ഗ്രാമീണ റോഡുകൾ, എല്ലായിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന ഗ്രാമീണ റോഡുകൾ. ഇന്ന് എവിടെ നമ്മളെ റോഡുകളില്ലാത്ത വാർഡുണ്ടാവില്ല. MLA ഫണ്ടോ അതുമായി ബന്ധപ്പെട്ട ഫണ്ടുകളോ ഉപയോഗിച്ചുണ്ടാക്കാത്ത വാർഡുകൾ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഒരു വലിയ കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ആ നിലക്കുള്ള നിരവധി പദ്ധതികൾ ഈ കാലത്തും അട്ടപ്പാടി മിനി സിവിൽ സ്റ്റേഷനും കോളേജും നമ്മുടെ ഈ പറഞ്ഞ പാലങ്ങളും അതുപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതികൾ, ഇവിടെ മണ്ണാർക്കാട് സമഗ്ര കുടിവെള്ള പദ്ധതി, ആ ചോമേരിയിൽ പോയാൽ നീല പെയിൻ്റ് അടിച്ചൊരു കെട്ടിടം കാണും. അതൊക്കെ പിന്നെ ഇപ്പോൾ എല്ലാ ജല വിതരണ പദ്ധതികളും JJ ആയി, ജൽജീവനായി. മനസ്സിലായില്ലേ? അപ്പോൾ അത് പിന്നെ അതിന് വേറെ ഫണ്ടൊക്കെ വന്നു. പക്ഷെ ഇതെല്ലാം നമ്മൾ തുടങ്ങി വെച്ചാണ്. മണ്ണാർക്കാട് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും കുടിവെള്ള പദ്ധതികൾ ഉണ്ടായി. അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ UDFന്റെ കാലത്തും വന്നിട്ടുണ്ട്. 15 വർഷമായിട്ട് അങ്ങ് ഇവിടെയാണ്, ഇപ്പോൾ മണ്ണാർക്കാടാണ്. അപ്പോൾ ഈ കുടുംബം ഇപ്പോഴും തിരൂര് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ അങ്ങ് എങ്ങനെയാണ് കഴിഞ്ഞത്? അത് ചില സമയങ്ങളിലൊക്കെ ഫാമിലി ഇവിടെ നമ്മൾ താമസിക്കുന്നവിടെ ഉണ്ടാവാറുണ്ട്. അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച്. പിന്നെ 2 ദിവസം വർക്കിനനുസരിച്ച് നമ്മൾ പോകും വരികയൊക്കെ ചെയ്യുമല്ലോ. ആകെ 70 കിലോമീറ്ററിൻ്റെ കാര്യമേ ഉള്ളൂ, 1.5 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ പോയി വരും. അങ്ങനെ തന്നെയാണ് ഇതുവരെ കഴിഞ്ഞത്. അവിടെയും പരിസരത്തൊക്കെ പരിപാടികളുണ്ടാവും, ചില വിസിറ്റുകളുണ്ടാവും, അതുപോലെ തന്നെ കുടുംബപരമായ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ പ്രോഗ്രാമിനനുസരിച്ച്. പക്ഷെ ഒന്നെനിക്ക് പറയാൻ പറ്റും, ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നും എപ്പോഴും മണ്ണാർക്കാട് അവൈലബിളാണ്. ഇന്നെ കിട്ടിയില്ല, ഇന്നെ കണ്ടില്ല എന്നൊരാൾക്കും 15 കൊല്ലത്തിൽ പരാതി ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് വരുത്താറുണ്ട്. പിന്നെ ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും അവിടെയും നമ്മൾ എത്താറുണ്ട്, നിയമസഭയിലും പുറത്തും അല്ലാത്ത സമയത്ത്. നിയമസഭയിലാണെങ്കിലും ലീഗിൻ്റെ കാര്യങ്ങൾ നിയമസഭയിലാണെങ്കിലും അങ്ങ് ഉന്നയിക്കുന്ന ചോദ്യോത്തര വേളകളിലെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ മാറിയിട്ടുണ്ട്. ലീഗ് ചോദ്യങ്ങളെല്ലാം അങ്ങ് തന്നെയാണ് ചോദിക്കാറുള്ളത്. അങ്ങനെ നിയമസഭയിലും കൂടി ഈ കഴിഞ്ഞ 5 വർഷത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുഖമായിട്ട് N. ഷംസുദ്ദീനെ കേരളം ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു MLA ആയി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി വലിയൊരു ദൗത്യം അങ്ങ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്ക് യു. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പിന്നെ ഓരോ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ആ മേഖലയിൽ നമ്മൾ നന്നായി ശോഭിക്കാൻ ശ്രമിക്കണം. അത് എല്ലാവരും ചെയ്യണം. ഇതിപ്പോൾ നമ്മുടെ മേഖല എന്താണ്? നിയമസഭ. അപ്പം നിയമസഭേൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നാട്ടിൽ വരുന്ന നിയമനിർമ്മാണങ്ങൾ അതൊരു MLA മാർ ശ്രദ്ധിക്കണം. അതിലൊരുപാട് ജനങ്ങൾക്കെതിരായിട്ടുള്ള വശങ്ങൾ വരാം. ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കി കൊണ്ടുവരുന്ന ഒരു നിയമം എന്നാണ്ട് പാസ്സാക്കിയാൽ അതിൻ്റെ എഫക്റ്റ് ഓരോ ജനവിഭാഗങ്ങൾക്കും ഓരോ സമയത്ത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിലൊക്കെ ഇടപെടുകയും അതുപോലെ തന്നെ ജനകീയ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ജാഗ്രത ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നിയമസഭയിൽ ഇതൊക്കെ ഉന്നയിക്കണം. ഏറ്റവും ഉദാഹരണത്തിന് ഒരു പോലീസ് അതിക്രമത്തെക്കുറിച്ച് നമ്മൾ നിയമസഭയിൽ പറയാൻ വേണ്ടി ഒരു നോട്ടീസ് കൊടുത്താൽ ആ നോട്ടീസ് DGPൻ്റെ ഓഫീസിൽ നിന്ന്, DIGൻ്റെ ഓഫീസിൽ നിന്ന്, SP ഓഫീസിൽ നിന്ന്, ഇപ്പോൾ മണ്ണാർക്കാട് ഒരു വിഷയമാണ് ഉന്നയിക്കണമെന്ന് വെച്ചോ, മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തും.
ഇവരെല്ലാവരും ഉണർന്നു. എന്താ ഈ സംഭവം എന്താണെന്ന് ചോദിക്കണം. വളരെ കൃത്യമായ ആൻസർ പറയണം. ഒരു പോലീസ് മർദ്ദനമാണെന്ന് നോക്കുക. അത് സംബന്ധിച്ച് കൃത്യമായും വ്യക്തമായ ഒരു സാധനം DGP തൊട്ട് SI വരെ എത്തുകയാണ്. അത് ഒരു നിയമസഭാ സാമാജികനെ കഴിയുള്ളൂ. വേറെ എവിടെ നമ്മൾ പരാതി കൊടുത്താലും ആ ഒരു ചലനം ഉണ്ടാവില്ല. നമ്മളൊരു അടിയന്തര പ്രമേയം അവിടെ കൊടുത്താൽ മണിക്കൂർ കൊണ്ട് ഇത് മൊത്തം ഇതിൻ്റെ കൃത്യമായ ക്ലാരിഫിക്കേഷൻ മന്ത്രിൻ്റെ മേശപ്പുറത്തെത്തണം. അപ്പോൾ അവിടെ ഒന്നും ഉഴപ്പൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമസഭ. അതേപോലെ മറ്റെല്ലാ കാര്യം ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പോലീസ് അട്രോസിറ്റീസ് പറഞ്ഞു. വേറെ പലതും ആകാം. റവന്യൂ വകുപ്പിലാകാം, ആരോഗ്യരംഗത്താകാം. നമ്മൾ ആരോഗ്യരംഗത്തുള്ള ഇടപെടലൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ അതിനാണ് നിയമസഭ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ജനകീയ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് പരിഹരിപ്പിക്കാനാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ അന്ധമായിട്ട് എതിർക്കാന്നല്ല. സ്വാഭാവികമായും വീഴ്ചകൾ വരൽ അവിടെയാണല്ലോ. ആ വീഴ്ചകൾ ആർക്ക് വേണ്ടി പരിഹരിക്കണം? ജനത്തിന് വേണ്ടി പരിഹരിക്കണം. ആരോഗ്യരംഗം മോശമാണ്, അവിടുത്തെ ഡോക്ടർമാർ ഇന്ന കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് ആ ഡോക്ടർമാരോടുള്ള വിരോധം കൊണ്ടല്ല. നാളെ ഒരാൾക്ക് അത് ഇല്ലാതിരിക്കാനാണ്. അവരൊന്ന് വിജിലൻ്റ് ആവാനാണ്. പോലീസ് അതിക്രമങ്ങൾ നമ്മൾ ശ്രദ്ധയപ്പെടുത്തുന്നതിനാ വേറൊരു പോലീസ് വേറൊരു സാധാരണക്കാരൻ്റെ മെക്കെട്ട് കയറാതിരിക്കാനാണ്. അതേപോലെ തകർന്നു കിടക്കുന്ന റോഡുകൾ ശ്രദ്ധയപ്പെടുത്തുന്ന റോഡ് നന്നാവാനാണ്. ഇതന്നെയാണ് MLAയുടെ പണി. ഇതാണ് ജനപ്രതിനിധികൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് ഹോംവർക്ക് ചെയ്ത് ചെയ്യാറുണ്ട്. അതിന് കിട്ടിയ അംഗീകാരമായാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലുള്ള വാക്കുകൾ. എനിക്ക് അങ്ങനത്തെ ഒരു 1-2 അവാർഡും കിട്ടിയിട്ടുണ്ട്. ശ്രേഷ്ഠ സാമാജിക പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ നല്ല MLA എന്നുള്ള കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം കേരളത്തിൽ പലരും പല മേഖലകളിലും കേൾക്കുന്ന ഒരു കാര്യമാണ് മണ്ണാർക്കാട് ഷംസുദ്ദീൻ MLA പറഞ്ഞ എല്ലാവർക്കും പരിചിത മുഖമായി. അത് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, തീവ്രമായ പ്രസംഗങ്ങൾ, കൃത്യമായ അവതരണ ശൈലി, ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നല്ലൊരു ഫുട്ബോളറാണ് അങ്ങ്. ഫുട്ബോൾ കളിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ് കലയോട്. അല്ല, ഫുട്ബോൾ നമുക്ക് എല്ലാവർക്കും അത് നമ്മുടെ ഈ മലബാറിൻ്റെ ഒരു ആവേശമാണ്. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കായിക വിനോദം മലബാറുകാർക്ക് എല്ലാവർക്കും, കേരളീയർക്കും മലബാറിൽ പ്രത്യേകിച്ചും ഫുട്ബോളാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിക്കളങ്ങളിൽ കളിച്ചിരുന്നു. അല്ലാതെ ഒരു അംഗീകൃത പ്ലെയറൊന്നും ആയിട്ടില്ല. സ്കൂളിലും കോളേജിലൊക്കെ ആകുമ്പോൾ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. അടുത്ത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയാവോ? അതൊക്കെ നേതാക്കന്മാർ പറയുന്ന കാര്യമാണ്. ഇതൊന്നും നമ്മളാരും തീരുമാനിക്കുന്നതല്ലാന്ന്. ഓക്കെ, എൻ്റെ ഒരു കണക്കിന് ഇതെല്ലാം നമ്മുടെ വിശ്വാസം ദൈവിക നിയോഗമാണ്. ഒരാൾക്ക് എന്തൊക്കെ ഗുണവും ദോഷവും ഒക്കെ ദൈവത്തിൻ്റെ വിധിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ അതുപോലെ വരട്ടെ. പിന്നെ നേതാക്കന്മാരാണ് തീരുമാനിക്കുന്നത്. യെസ്. മണ്ണാർക്കാട് MLA ഷംസുദ്ദീനാണ് ഇന്ന് നമ്മളോടൊപ്പം എല്ലാ വിശേഷങ്ങളും പങ്കുവച്ചത്. വളരെയധികം സന്തോഷപ്രദമായ അദ്ദേഹത്തിന്റെ വളരെ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. വളരെ നന്ദി MLA. ആശംസകൾ. അങ്ങ് വീണ്ടും ചെയ്യിക്കട്ടെ, മന്ത്രിയാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.